ഈ നാടിന് വേണ്ടിയിട്ട് കർഷക കോൺഗ്രസിലൂടെ കുറേയധികം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു. അതിന് എല്ലാവർക്കുമുള്ള ഒരു ബിഗ് കയ്യടി. തീർച്ചയായിട്ടും കൊള്ളാം. ശരിക്കും ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും കുറച്ച് ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹമുള്ളത്. അതിന് കുഴപ്പമില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇന്ററാക്ഷൻ എപ്പോഴും ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം, അല്ലെങ്കിൽ അത് ഇന്ററാക്ഷൻ ആയിട്ട് മാറില്ല. അത്രേ മാത്രമേ ഉള്ളൂ. അപ്പോ ചിലരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, ഇവനൊരു പയ്യനാണല്ലോ, ഇവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങൾ എന്തിനാ മറുപടി പറയുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എന്റെ വൈഫ് പറയുന്നത് എനിക്ക് 48 വയസ്സുണ്ടെന്ന്, ഞാൻ പറയുന്നത് 46 വയസ്സുണ്ടെന്നാണ്. അപ്പോ അതുകൊണ്ട് അതൊരു പ്രശ്നമാക്കി എടുക്കുകയോ വേണ്ട. ആരാണെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാം. എന്റെ ആദ്യത്തെ ചോദ്യം നിങ്ങളോട് ഡയറക്റ്റ്ലി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് നിങ്ങളൊരു ലീഡറാണ് എന്ന് തോന്നുന്നുണ്ട്? ഇതാണ് എന്റെ ചോദ്യം. ഞാനൊരു ലീഡറാണ് എന്ന് ആത്മാർത്ഥമായിട്ട്, ഞാനല്ല, നിങ്ങള് ഒരു ലീഡറാണ് എന്ന് ആത്മാർത്ഥമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ആൾക്കാർക്ക് മാത്രം കൈയുണ്ട്. ഞാനൊരു ലീഡറാണ്. 1 2 3 4 5 6 7 8. ഓക്കെ, ശരി, സന്തോഷം. കുറേയധികം ആൾക്കാർ പറയുന്നു ഞാനൊരു ലീഡറാണ് എന്ന് പറയുന്നു. ഇനി എന്റെ കുറച്ച് ആശയങ്ങൾ, ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആശയങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. ഒരു ലീഡർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ദിശാബോധം ഉണ്ടായിരിക്കണം. നമുക്കറിയണം നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇവിടെ കർഷക കോൺഗ്രസിന്റെ മീറ്റിംഗ് ആണ്. ഈ മീറ്റിംഗിലേക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തികൾ ഇന്ന് വന്നു. വേറെ വഴിക്കൊന്നും പോയില്ല. നിങ്ങൾ വണ്ടി ഓടിച്ചായിരിക്കും വന്നത്, അതല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും വണ്ടിക്കായിരിക്കും വന്നിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ എത്തി, ഇന്നലെ ഇവിടെ എത്തി, ഇന്ന് ഇവിടെ എത്തി, നാളെ ഇവിടെ എത്തും. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദിശാബോധമുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നത് മാത്രം ഒന്ന് കൈവത്തി കാണിച്ചില്ല. സന്തോഷമാണ്. ഓക്കെ, നിങ്ങൾക്ക് ദിശാബോധമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തികള് ഇതുവരെയുള്ള ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്ര പരാജയമൊന്നുമല്ല. അങ്ങനെ പരാജയമായിരുന്നെങ്കിൽ നിങ്ങൾ ആരും എന്തില്ല ഇവിടെ ഇരിക്കില്ലായിരുന്നു. അത്ര പരാജയമൊന്നുമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് അച്ചീവ് ചെയ്യണമെന്നും നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കണമെന്നുമുള്ള ഒരു ബോധ്യം, ഒരു ത്വര, ഒരു മോട്ടിവേഷൻ, ഇതൊക്കെ ഉള്ള വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മോട്ടിവേഷൻ, സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ ഉണ്ടാവുക, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുക എന്ന് പറയുന്നത് ലീഡേഴ്സിനുള്ള ഒരു ക്വാളിറ്റിയാണ്. അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്തി കാണിച്ചാൽ. ശരി, ഇത്രയും ആൾക്കാർ, എല്ലാവരും തന്നെ അങ്ങനെയുള്ള ആൾക്കാരുമാണ്. അപ്പോൾ എവിടെ പോകണമെന്നറിയാം, രണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും കുടുംബം ഉള്ള ആൾക്കാരാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ അത് കല്യാണം കഴിച്ചിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ കുടുംബത്തിൽ വളർന്നവരാണ്, കുടുംബത്തിൽ ജനിച്ചവരാണ്, കുടുംബത്തിൽ വളർന്നവരാണ്. ഇപ്പൊ കുടുംബമുള്ളവർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും കുടുംബമുള്ളവരാണ്. കുടുംബത്തിൽ വൈഫുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മക്കളുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങളുടെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് 100% ബോധ്യമുണ്ട് ഇവരുമൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ആൾക്കാരാണ്. നിങ്ങൾ തല്ലി പുറത്താക്കിയിട്ടൊന്നും അല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. 100% നിങ്ങൾ വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. കുടുംബത്തിൽ മക്കളെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട്, മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ അഭിപ്രായങ്ങളുള്ള ആൾക്കാരാണ്, കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. വൈഫിന്റെ കൂടെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപറ്റം ആൾക്കാരെ നയിക്കുന്നത് വീട്ടിൽ നിങ്ങൾ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. ശരിയല്ലേ? ആണോ അല്ലയോ? അങ്ങനെയുള്ളവരൊക്കെ കൈ ഉയർത്തി കാണിച്ചാൽ സന്തോഷം. അതിന്റെ അർത്ഥം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും റെഡിയായിട്ടുള്ള ഒരുപറ്റം ആൾക്കാർ നിങ്ങളുടെ കയ്യിലുണ്ട് വീട്ടിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ 3 ഗുണങ്ങളുമുള്ള നിങ്ങൾ ഓരോരുത്തരും ആര് തന്നെയാ? ലീഡേഴ്സ് തന്നെ. ഇനി ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ലീഡറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ധൈര്യപൂർവ്വം എന്ത് ചെയ്തേക്കണം? ഒന്ന് കൈ ഉയർത്തിയേക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ലീഡേഴ്സൊക്കെ ഒന്ന് കൈ ഉയർത്തി കാണിച്ചാൽ വലിയ സന്തോഷം. ഓക്കെ, സന്തോഷം. നേരത്തെ കൈ ഉയർത്താത്ത ആൾക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ കൈ ഉയർത്തിയിരിക്കുന്നു. ഇതാണ് ഒരു ലീഡർഷിപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയും. ഒരു ലീഡർഷിപ്പിന്റെ അടിസ്ഥാനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ഒരു അവയർനെസ്. എനിക്ക് മനസ്സിലാവണം ഞാൻ എവിടെയാണ്, ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് കർഷക കോൺഗ്രസിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സാറ് ഇവിടെ വളരെ ഗംഭീരമായിട്ട്, എനിക്ക് തോന്നുന്നു 1970-കളിൽ മുതലുള്ള ഹിസ്റ്ററി ഇവിടെ പറഞ്ഞു അല്ലെ? അത് കറക്റ്റായിട്ട് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? കർഷക കോൺഗ്രസിന്റെ ക്യാമ്പ് ആയതുകൊണ്ട്, പിന്നെ അറിവുണ്ടാവണം. അതെ, പിന്നെ പുള്ളി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ആളായതുകൊണ്ട്, പിന്നെ പഠിച്ച ആളാണ്. ശരി, ഞാൻ പറയുന്നു കർഷക കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ ഊറ്റം കൊണ്ടിട്ട് ഹിസ്റ്ററി എന്തായിരുന്നോ
അതിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക, പുനഃസൃഷ്ടിക്കുക, എന്നിട്ട് പുതിയ സൃഷ്ടികൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ഹിസ്റ്ററി പഠിച്ചിട്ട് അതിൽ ഊറ്റം കൊള്ളണം. അതിന്റെ അർത്ഥം ഇങ്ങനെയല്ല, എന്താന ഉണ്ടായിരുന്നു പറയുന്നത്, എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, എനിക്ക് എന്തുണ്ട് അതുണ്ട്, അതല്ല ഉദ്ദേശിച്ചത്. ഈ ഹിസ്റ്ററി കൃത്യമായിട്ട് പഠിക്കണം. ഹിസ്റ്ററി പഠിച്ചിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പുള്ളവരോ അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്തതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുള്ളതെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടു കൂടി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഹിസ്റ്ററി പഠിപ്പിക്കുക. ഇനി എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ എല്ലാവരും ഇവിടെ ലീഡേഴ്സ് ആണെന്ന് പറഞ്ഞു. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തികളാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. നമുക്ക് ഓരോരുത്തർക്കൊക്കെ നമ്മളൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തികളാണെന്ന്. അടുത്ത ചോദ്യം ഇതാണ്, ഹിസ്റ്ററിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് തോന്നുന്നവരും കൂടി ഒന്ന് കൈയുയർത്തി കാണിച്ചോളൂ. ഓക്കെ, സന്തോഷം. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ലീഡർ എന്നുള്ള നിലയിൽ കർഷക കോൺഗ്രസിലായിക്കോട്ടെ, കർഷക കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അതും മറ്റൊരു ഏരിയയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ വ്യക്തിപരമായ ലൈഫ് എന്ന് പറയുന്നത് അത് മറ്റൊരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? കുടുംബമുണ്ട്, നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഏരിയാസ് ഉണ്ട്, നമുക്ക് സാമൂഹ്യപരമായിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. ഇനി ഞാൻ ഈ മേഖലകളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു ലീഡർ ആണെങ്കിൽ എന്റെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് ഇല്ലേ? എന്റെ വായന വ്യക്തിപരമായ വളർച്ചയുടെ ഒരു ഭാഗമാണ്. എന്റെ ആരോഗ്യം വ്യക്തിപരമായ വളർച്ചയുടെ ഒരു ഭാഗമാണ്. എന്റെ ശാരീരിക ആരോഗ്യവുമുണ്ട്, മാനസിക ആരോഗ്യവുമുണ്ട്. എന്റെ ശീലങ്ങള് വ്യക്തിപരമായ വളർച്ചയുടെ ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും പ്രായമായി, എനിക്ക് ഇനി എന്ത് വ്യക്തിപരമായിട്ട് വളരാനാണ്? ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നമ്മള് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ വ്യക്തിപരമായ വളർച്ച വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ളത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ട്രെയിനിങ്ങിലേക്ക് വന്നിട്ട് 2009 മുതൽ ട്രെയിനിങ്ങിലുണ്ട്. അത്യാവശ്യം ട്രെയിനിങ് എടുത്ത് പരിചയമുണ്ട്. പക്ഷേ ഇന്നും ഒരു മാസം ഒരു 2 ട്രെയിനിങ് പ്രോഗ്രാം എങ്കിലും കൂടിയില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഡേവിസേട്ടന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാനും കൂടിയിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ ഒരു ക്ലാസ് കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഡേവിസേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ആ ക്ലാസ് നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ. ആ ക്ലാസ് കഴിഞ്ഞിട്ടാണ് എന്റെ ക്ലാസ് എന്നുള്ളതല്ല ഞങ്ങൾ ചിന്തിച്ചത്, ഒരു ക്ലാസ് കേൾക്കാൻ പറ്റുമല്ലോ. ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുമ്പോൾ ശരിക്കും നടക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള വളർച്ചയാണ്. വ്യക്തിപരമായിട്ട് വളരുന്ന വ്യക്തികള് അവര് എത്ര വയസ്സായാലും എത്ര പ്രായമായി കഴിഞ്ഞാലും അവരുടെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും, കുറച്ചുകൂടി മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, കർഷക കോൺഗ്രസിന്റെ ഹിസ്റ്ററി നമ്മൾ കേട്ടു. ഈ കേട്ട ഹിസ്റ്ററി നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായിരിക്കുന്നത് എന്ന് പലരും പറയും. പക്ഷെ ചോദ്യം ഇതാണ്, കർഷക കോൺഗ്രസിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് എത്ര വർഷമായി? കർഷക കോൺഗ്രസിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ട് കർഷക കോൺഗ്രസിന്റെ ഹിസ്റ്ററി എനിക്ക് മനസ്സിലായില്ല എന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഇന്റലക്ച്വൽ ലെവലില് എന്താണ് ഈ സംഭവം എന്ന് വായിച്ച് മനസ്സിലാക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനോ നമുക്ക് പറ്റിയിട്ടില്ല. ഞാൻ പലപ്പോഴും ലീഡേഴ്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ കർഷക കോൺഗ്രസിന്റെ ലീഡേഴ്സാണ് നിങ്ങൾ ഓരോരുത്തരും. ആധികാരികമായിട്ട് കർഷക കോൺഗ്രസിനെ കുറിച്ച് ഒരു പ്രസംഗം പറയണമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ സമയം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നീട്ടിവെച്ച് തന്നാൽ ഈ സ്റ്റേജിൽ കയറിയിട്ട് ധൈര്യപൂർവ്വം കർഷക കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നൊരു മാത്രം കൈവരി കാണിക്കുക. 1, 2, 3, 4, 5 പേര്. അവിടെയാണ് പ്രശ്നം.
ഇതാണ് നമ്മുടെ പ്രശ്നം. കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തികള്, നമ്മളെന്ന് പറയുന്ന വ്യക്തികള് കർഷക കോൺഗ്രസിന്റെ ഭാഗമാണെങ്കിൽ ആ കർഷക കോൺഗ്രസിനെ കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റണം. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയുടെ ഭാഗമായിട്ട് കർഷക കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ നിങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ആ കർഷക കോൺഗ്രസിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഇതാണ് ആദ്യം തുടങ്ങേണ്ടത്. നിങ്ങൾ മതവിശ്വാസികളാണോ എന്ന് എനിക്കറിയില്ല. മതവിശ്വാസികളാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, യേശുദേവന് കുറെ അധികം വർഷം പഠിച്ചതിന് ശേഷമാണ് പ്രസംഗിച്ചത്, അല്ലെ? ഇനി ഇസ്ലാം മതവിശ്വാസ പ്രകാരമാണെങ്കിലും മുഹമ്മദ് നബി ഒരു പ്രായത്തിന് ശേഷമാണ് പറഞ്ഞതും പ്രവർത്തിച്ചത്. ശരിയല്ലേ? തർക്കമില്ലാതെ പ്രതീക്ഷിക്കുന്നു. അത് ഏത് ഗുരുവിനെയും എടുത്തോ, സ്വാമി വിവേകാനന്ദനെ എടുത്തോ, സ്വാമി വിവേകാനന്ദനും ഒരു പ്രായത്തിന് ശേഷമാണ് എന്ത് പറഞ്ഞതും പ്രവർത്തിച്ചതും. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തേ? അങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞത് ഇത്രയും മാത്രമേ ഉള്ളൂ, അവര് പഠിക്കുകയായിരുന്നു. ലോകത്തെ ഏതൊരു പാർട്ടിയും എടുത്തു നോക്കൂ, പഠിക്കുന്ന കാലത്ത് ആ പാർട്ടികളൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. പഠനം എപ്പോൾ നിർത്തിയോ അവിടെ പ്രശ്നമായി. ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നവർ മാത്രം ഒന്ന് കൈവത്തി കാണിക്കുക. സന്തോഷം. അതുകൊണ്ട് എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ എല്ലാവരും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരു ലീഡർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ധാരാളമായിട്ട് പഠിക്കുക. ആ പഠനം എന്ന് പറയുന്നത് എന്ത് മാത്രമല്ല, നമ്മുടെ പാർട്ടിയെ കുറിച്ച് മാത്രമല്ല, കോൺഗ്രസിനെ കുറിച്ചോ അല്ലെങ്കിൽ കർഷക കോൺഗ്രസിനെ കുറിച്ച് മാത്രമല്ല, പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ. സാധാരണ രീതിയിൽ ഞാൻ പേരന്റിങ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ എടുക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ അറിയത്തില്ല എന്ന് മക്കളോട് പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അറിയത്തില്ല എന്ന് അപ്പനോ അമ്മയോ ഏതെങ്കിലും ഒരു സമയത്ത് പറഞ്ഞാൽ മക്കൾ പറയുന്ന കാര്യം എന്താണെന്നറിയുമോ? അയ്യേ, ഇയാൾക്ക് ഇതൊന്നും അറിയത്തില്ലേ. ടിൻറ്റുമോൻ പറയുന്ന അതേ സംഭവങ്ങളൊക്കെ ആര് പറയും? നമ്മുടെ മക്കൾ പറയും. എന്തുകൊണ്ടാണ് നമ്മൾ അറിയത്തില്ല എന്ന് പറയേണ്ടി വരുന്നത്? നമ്മുടെ മക്കൾക്ക് പഠിക്കാവുന്നത് നമുക്കും പഠിക്കാവുന്നതാണ്. ഒരുപാട് മാതാപിതാക്കൾ ഇങ്ങനെ പറയാറുണ്ട്, അയ്യോ മൊബൈല്, സ്മാർട്ട് ഫോണ്, എനിക്ക് ആകെ അറിയാവുന്നത് വിളിക്കാനും ഫോൺ റിസീവ് ചെയ്യാൻ, വേറെ ഒന്നും അറിയില്ല, എല്ലാം എന്റെ മോനറിയാം. മോനറിയാവുന്ന കാര്യങ്ങൾ നമുക്കും അറിയാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ മതി, ഒന്നും മെനക്കെട്ടാ മതി, കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. കാരണം ഇത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ കൂടെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അരുൺ കൊക്കുടെ എന്ന് പറയും. ഞാൻ മഹാരാഷ്ട്രയിലെ ബോംബെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ഈ അരുണ് എന്റെ കൂടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഈ അരുണിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് കണ്ണും കാണത്തില്ല. അരുണിന്റെ കാഴ്ചശക്തി എങ്ങനെയാ നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാല്, അരുണ് നാല് വയസ്സുള്ള സമയത്ത് അരുണിന്റെ അമ്മ ഒരു ബെഗിങ് നടത്തുന്ന, ഭിക്ഷാടനം നടത്തുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ ഈ 4 വയസ്സുള്ള സമയത്ത് അരുണിന്റെ കണ്ണില് പഴുപ്പ് വന്നു. അങ്ങനെ വന്നപ്പോ അരുണിന്റെ അമ്മ വിചാരിച്ചു, കുറച്ച് ശകലം മെന്റൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അടുപ്പിൽ നിന്ന് 2 തീക്കട്ട എടുത്ത് അരുണിന്റെ കണ്ണിലേക്ക് ഇട്ടു. അങ്ങനെയാണ് അരുണിന്റെ കണ്ണിന്റെ കാഴ്ച ഇല്ലാതായത്. 2 കണ്ണും പാർഷ്യലി ബ്ലൈൻഡ് അല്ല, പൂർണ്ണമായിട്ടും അന്ധനായിട്ടുള്ള വ്യക്തിയാണ് അരുണ്. ബോംബെ തന്നെ ഇപ്പോഴും ഉണ്ട്, അരുൺ കുക്കുടെ എന്ന് പറയും. ഈ അരുണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അരുണ് കണ്ണ് കാണത്തില്ല. കണ്ണ് കാണാത്ത അരുണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നു. അരുണ് ഏറ്റവും ഉയർന്ന ടെക്നോളജിയുള്ള മൊബൈൽ ഉപയോഗിക്കുന്നു. അരുൺ എല്ലാവരുടെയും പേരുകൾ ഓർത്തിരിക്കുന്നു. അരുൺ സദസ്സിൽ കയറി പ്രസംഗം പറയുന്നു. അരുൺ ധാരാളമായിട്ട് പഠിക്കുന്നു. അരുൺ PhD ചെയ്യുന്നു. അങ്ങനെ എല്ലാം ചെയ്യുന്നു. ഹലോ, അരുൺ ഒരു കൈ കൊടുത്തേക്കാമോ? ഇതൊക്കെ ചെയ്യുന്ന അരുണല്ലേ? അരുൺ ഒരു കൈയടി. എന്റെ ചോദ്യം ഇതാണ്, അരുൺ എന്ന് പറയുന്ന വ്യക്തിക്ക്, കണ്ണു കാണാൻ മേലാത്ത വ്യക്തിക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ നമുക്കൊക്കെ കണ്ണു കാണാവുന്നവരല്ലേ? നമുക്കൊക്കെ 2 കൈയും 2 കാലും ശരീരമൊക്കെ ഉള്ള ആൾക്കാരല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രായം അതിനൊരു തടസ്സമല്ല. അത് ദയവായിട്ട് പ്രായം ഒരു തടസ്സമാണല്ലോ എന്ന് ചിന്തിക്കാതെ ഇരുന്നാൽ മാത്രം മതി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഏരിയ ഉണ്ട്. വ്യക്തിപരമായിട്ട് ഞാനെന്ന് പറയുന്ന വ്യക്തി വളർന്നില്ലെങ്കിൽ ആൾക്കാർ നമ്മളെ എന്ത് ചെയ്യും? തള്ളിപ്പറയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ചെറിയൊരു ലിസ്റ്റ് ഇവിടെ വായിക്കാം. വ്യക്തിപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാകണം എന്നുള്ളതിന്റെ ചില കാര്യങ്ങൾ ഒന്ന് എഴുതി വെച്ചോളൂ. ഒന്ന്, നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റണം. എന്താ സന്തോഷം അനുഭവിക്കുക എന്ന് പറഞ്ഞാല്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കുക, ഒരു 90% സമയവും നിങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടോ ഇല്ലയോ? ലൈഫിൽ സന്തോഷം അനുഭവിക്കുന്നവരൊക്കെ ഒന്ന് കൈവത്തി കാണിച്ചു. എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണ്. വെരി ഗുഡ്. നിങ്ങൾ കൊച്ചുകുട്ടികളെ കണ്ടിട്ടില്ലേ? കൊച്ചുകുട്ടികളുടെ പ്രത്യേകത എന്താ? ഇപ്പൊ എന്റെ മോന്റെ പ്രായം ഞാൻ പറഞ്ഞു 10 വയസ്സ്. ഈ 10 വയസ്സുള്ളവനെ എവിടെ കൊണ്ടുപോയി വിട്ടു കഴിഞ്ഞാലും, ജവാൻ അവന്റെ പേര്,
ഈ ജെറോമിനെ എവിടെ കൊണ്ട് വിട്ടു കഴിഞ്ഞാലും അവൻ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? സന്തോഷം ക്രിയേറ്റ് ചെയ്യും. അതെന്തുകൊണ്ടായിരിക്കും സന്തോഷം അനുഭവിക്കുന്നത്? അങ്ങനെ സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടായിരിക്കും? പ്രാരാബ്ദം ഇല്ലാത്തതുകൊണ്ട്, പിന്നെ പ്രാരാബ്ദം ഇല്ലാത്തതുകൊണ്ട്, പിന്നെ നിഷ്കളങ്കത ഉള്ളത് കൊണ്ട്, പിന്നെ ടെൻഷൻ ഇല്ല, ഓക്കെ, പ്രായമാവാത്തത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രായമുള്ളവരെന്ന് പറയുന്ന നമുക്കൊക്കെ ഒരു കുട്ടിയെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചാൽ പ്രശ്നം സോൾവ് ആയില്ലേ? ഒരു കുട്ടിയെ പോലെയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, ഒരു കുട്ടിയുടേതായിട്ടുള്ള ചില ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ, സ്വഭാവ രീതികൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആവാൻ പറ്റേ. കുട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? കുറെ ചോദ്യം ചോദിക്കും. അതെന്നെ അങ്ങനെ, ഇതെന്നെ ഇങ്ങനെ. അതാണ് കുട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് പറയുന്ന പേരെന്താ? ക്യൂരിയോസിറ്റി എന്ന് പറയും, ആകാംക്ഷ. കർഷക കോൺഗ്രസിനെ കുറിച്ച് ഇവിടെ അറിയാൻ ആകാംക്ഷ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞു, ഓ അല്ലേ, അത് കുട്ടിയല്ല, അത് പ്രായമായ അവസ്ഥ. ഇനി കുട്ടിക്ക് പിണക്കമില്ല. ഇന്നലെ അവന്റെ ബർത്ത്ഡേ ആയിരുന്നു, 10ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ബർത്ത്ഡേയുടെ സമയത്ത് അവന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ സൈക്കിൾ എടുത്ത് പുറത്തു പോകും, അവിടെ ഒരു ചെരിഞ്ഞ റോഡായതുകൊണ്ട് പോകരുതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നീ സൈക്കിൾ എടുത്ത് ഒറ്റയ്ക്ക് പുറത്തു പോകണ്ട, ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ കുറെ ടിപ്സ് ഒക്കെ തരാം, അതിനുശേഷം പുറത്തു പോയാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഇവൻ ബർത്ത്ഡേയുടെ ദിവസം സൈക്കിൾ എടുത്ത് പുറത്തു പോയി. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ സൈക്കിൾ എടുത്ത് പുറത്തു പോയെന്ന് പറഞ്ഞു. ഞാൻ 2 വഴക്ക് പറഞ്ഞു. ബർത്ത്ഡേയുടെ ദിവസം വഴക്ക് പറഞ്ഞാൽ അവന് സങ്കടം വന്നു. സങ്കടം വന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു സോറി എന്ന് പറഞ്ഞു. അവന് പിണക്കമില്ല. കുട്ടികൾക്ക് പിണക്കമില്ല. കുട്ടികൾ പറയാനുള്ളതൊക്കെ കൊണ്ട് പറയും, അതിനുശേഷം പിണക്കമില്ല. എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ നിർമ്മലത എന്ന് പറയുന്നത് പിണക്കമില്ലാത്തൊരു അവസ്ഥയാണ്. ഇനി കുട്ടികൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു കാര്യം നേടിയെടുക്കുമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുത്തിരിക്കും. അവനൊരു സ്മാർട്ട് വാച്ച് ഒക്കെ ഉണ്ട് കയ്യിൽ. പക്ഷെ അവനൊരു സ്കൂളിൽ കൊണ്ടുപോകാൻ കൊള്ളുന്ന ഒരു വാച്ച് വേണമെന്നുണ്ട്. അവൻ ഇങ്ങനെ പറഞ്ഞ് ഇന്നലെ ബർത്ത്ഡേക്ക് അത് അവന്റെ അങ്കിള് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുത്തിരിക്കും. ഞാൻ മോനെ കുറിച്ച് പറയുന്നത് അവനെ പൊക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുത്. അതിന് വേണ്ടല്ല. നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുള്ള അപാരമായ കപ്പാസിറ്റി. ഇനി ഒരുപാട് വാല്യൂസ് ഉണ്ട് കുട്ടികൾക്ക്. സ്നേഹം, ദയ, കരുണ ഉൾപ്പെടെയുള്ള ഒരുപാട് വാല്യൂസ്. ഇതെല്ലാം ചേർന്ന കുട്ടിയാണ് എന്തനുഭവിക്കുന്നത്? സന്തോഷം അനുഭവിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഒരു കുട്ടിയെ പോലെ ആവാൻ ഇവിടെ ബുദ്ധിമുട്ടുണ്ടോ? ആക്ച്വലി ഒരു കുട്ടിയെ പോലെ ആവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? ആക്ച്വലി ഇല്ല. ഞാൻ ആൾക്കാരുടെ പിണങ്ങാറുണ്ട് കേട്ടോ. പക്ഷെ പിണക്കം എത്രയും പെട്ടെന്ന് സോൾവ് ആക്കും ഒരു കുട്ടിയെ പോലെ. അതിന്റെ അർത്ഥം ഞാൻ ചൈൽഡിഷ് അല്ല, ചൈൽഡ് ലൈക്ക് എന്നാ പറയുന്നത്. ഒരു കുട്ടിയെ പോലെ ആവാൻ നമുക്ക്. വ്യക്തിപരമായി ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു കുട്ടിയെ പോലെ ആയാൽ മതി, ഒരു പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുക, സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ആരെങ്കിലുമൊക്കെ താലപ്പൊലിയുമായിട്ട് വരുന്നത് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. എന്തിനു വേണ്ടിയിട്ട്? സന്തോഷം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പേഴ്സണൽ ലൈഫിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം കൂടി എഴുതാമോ? ജീവിതത്തിൽ ശാരീരിക ആരോഗ്യം വേണം. ഇവിടെ കർഷക കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തികൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പല ഏരിയാസിലും പ്രവർത്തിക്കുന്നു, നിങ്ങൾ കർഷകരാണ്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ എക്സസൈസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. എക്സസൈസ് ചെയ്യുന്ന എത്ര പേരും കൂടിയുണ്ട്? വ്യായാമം ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? എത്ര ആൾക്കാരേ ഉള്ളൂ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് പലപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഞാന് ഒരു കർഷകനാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ മരിച്ചു കിടന്ന് പണിയുന്നുണ്ട്, അത് എക്സസൈസ് ആണല്ലോ എന്ന് പറയും. അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഒരു 100 വയസ്സിന് മുകളിൽ നിർബന്ധമായിട്ട് നമ്മുടെ മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിക്കണമായിരുന്നു. ജീവിച്ചിരുന്നവരുണ്ട്, ഇപ്പോൾ ഇരിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എപ്പോഴാണ് എക്സസൈസ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജോയിൻസും മൂവ് ചെയ്യണം. അതിനാണ് എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത്. കഴുത്ത് മൂവ് ചെയ്യണം. നമ്മൾ ഇത് കിളയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മരത്തെ കയറുന്ന സമയത്ത്, കൊമ്പ് വെട്ടാൻ കയറുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു മൂവ് നടക്കുന്നില്ല. അങ്ങനെ നടക്കാതെ വന്നാൽ ഇവിടെ സ്റ്റക്കായി പോകും. മുട്ടിന് തേയ്മാനം. കർഷകരെ സംബന്ധിച്ചിടത്തോളം മുട്ടിന് തേയ്മാനമുണ്ട്. എന്തുകൊണ്ട് മുട്ടിന് തേയ്മാനം? മുട്ടിനുള്ള എക്സസൈസ് നടക്കുന്നില്ല, അല്ലെങ്കിൽ അമിതമായിട്ട് നടക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊന്ന് ചിന്തിക്കണം. എക്സസൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഒപ്പൊരു കാര്യം, നമ്മളൊക്കെ സാധാരണ കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് നോൺ വെജ് എന്ന് പറയുന്നത്, അല്ലെ? നല്ലതാണ് നോൺ വെജ് കഴിക്കുന്നത്. പക്ഷെ നോൺ വെജിന്റെ കൂടെ എത്രമാത്രം പച്ചക്കറി നമ്മൾ കഴിക്കുന്നുണ്ട്? നമ്മള് ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ആദ്യം ഗ്രീൻ സലാഡ് ധാരാളമായിട്ട് കഴിക്കും. നമ്മുടെ സ്വന്തം മുറ്റത്ത് എത്ര പേര് അത്തരത്തിലുള്ള ഗ്രീൻ സലാഡ് കഴിക്കുന്നതിന് ഉപകരിക്കുന്ന ചീര അല്ലെങ്കിൽ അതുപോലെയുള്ള വെജിറ്റബിൾ കൃഷി ചെയ്യുന്നുണ്ട്? ഓക്കെ, അത് കഴിക്കാറുണ്ടോ? ഉണ്ട്, കഴിക്കാറുണ്ട്. ഞാൻ നാഗാലാൻഡില്
ഒരിക്കൽ പോയി കഴിഞ്ഞപ്പോൾ, ഒരിക്കലല്ല എല്ലാ വർഷം തന്നെ പോകാറുണ്ട് നാഗാലാൻഡിൽ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ, എന്നോട് ക്ഷമിക്കുക, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാത്ത ആൾക്കാർ എന്നോട് ക്ഷമിക്കണം. നാഗാലാൻഡുകാരുടെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് പന്നി ഇറച്ചിയും കുറെ വെജിറ്റബിൾസും. ഞാൻ പട്ടിയെക്കുറിച്ച് പറയാൻ വേണ്ടല്ല പറഞ്ഞത്. പന്നി ഇറച്ചിയും കുറെ വെജിറ്റബിൾസും എന്ന് പറഞ്ഞാൽ പന്നി ഇറച്ചി ഒരുപാട് മസാല ഇല്ലാതെ പുഴുങ്ങി റെഡിയാക്കി വെക്കും. എന്നിട്ട് കുറെ അധികം വെജിറ്റബിൾസ്, ഉദാഹരണം പറഞ്ഞ ബീൻസ്. ഈ ബീൻസ് എന്ന് പറയുന്നത് അവർ പുഴുങ്ങി കഴിക്കും. വെണ്ടയ്ക്ക പുഴുങ്ങി കഴിക്കും. ഷുഗറിന് ഏറ്റവും നല്ലതാണ് നമ്മൾ പറയാറുണ്ട് വെണ്ടയ്ക്ക കഴിച്ചാൽ. അവരുടെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. നമ്മൾ എല്ലുമുഴുക പണിയെടുത്തിട്ട് 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് കഴിയുമ്പോൾ തട്ടിപ്പോകും. അവിടെ 105 മുകളിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയാണ്. കുറെ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും പോകുന്നതാണ് അവിടെ. ഗർഭിണികളായിട്ടുള്ള പെണ്ണുങ്ങൾ, അവരുടെ വയറ് നമുക്ക് മനസ്സിലാവില്ല. അവര് ചുള്ളിക്കം പൊടിക്കാനും പറമ്പിൽ പോവുകയും വിറക് ശേഖരിക്കുകയും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണം വളരെ കൃത്യമാണ്. എക്സസൈസും ഉണ്ട്, ഭക്ഷണവും ഉണ്ട്. മറ്റൊന്ന്, മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവണം വ്യക്തിപരമായ ലൈഫിൽ. ഈ മാനസികമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് 2-3 കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടിന്റെ ഒരു അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട്, ഒന്ന് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. ചുമ്മാ പോയി വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കി. അപ്പം പറയും ഞാൻ വെയിൽ കൊള്ളുന്ന. എല്ലാവരും വെയിൽ കൊണ്ടാ വൈറ്റമിൻ ഡി കിട്ടില്ല. ചില സ്കിന്നുകൾ വൈറ്റമിൻ ഡി സ്വീകരിക്കില്ല. അങ്ങനെ സ്വീകരിക്കുന്നതിന് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്യണം. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ പ്രശ്നം. തൈറോയിഡിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്യണം. ലേഡീസിനെ സംബന്ധിച്ച് ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യണം. ഇനി ഇതൊന്നുമല്ല പ്രശ്നം എങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട്, ഒരു കൗൺസിലറെ കണ്ടിട്ട് മരുന്ന് കഴിക്കുന്ന പ്രശ്നം സോൾവ് ആക്കുക. നമ്മളെന്ന് പറയുന്ന വ്യക്തികൾ ഒരുപാട് മൂടുപടങ്ങൾ അണിയുന്ന വ്യക്തികൾ. അപ്പൊ എനിക്കൊരു ഡിപ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു കൗൺസിലറാണ്, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്കൊരു ഡിപ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആളിനെ പോയി കാണണം. ഈ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ഞാൻ കണ്ടെത്തണം. അങ്ങനെയാണ് വ്യക്തിപരമായിട്ട് വളരുന്നത്. അങ്ങനെ വ്യക്തിപരമായിട്ട് വളർന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഇനി അത് മാനസികമായിട്ടുള്ള ഏരിയയിൽ. ഈ മാനസികമായിട്ടുള്ള ഏരിയയിൽ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ എല്ലാവരും ഓർത്തുകൊള്ളുക. സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. സ്ട്രെസ് മാനേജ്മെന്റ് വ്യക്തിപരമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് മദ്യപിക്കുക എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? മദ്യപാനം. ഞാൻ കൈ ഉയർത്താനൊന്നും പറയുന്നൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ചിലർ പറയുന്നുണ്ട് സാറ് തെറ്റാണ്, ഞാൻ കള്ളപ്പം പോലും കഴിക്കാത്ത ആളാണ്, എന്ത് ഉള്ളിൽ ചെല്ലുമെന്ന് കരുതി, മദ്യം ഉള്ളിൽ ചെല്ലുമെന്ന് കരുതി കള്ളപ്പം പോലും കഴിക്കാത്ത ആളാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാം. പക്ഷെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മദ്യം കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു, മദ്യം കഴിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ മാറുന്നു എന്നൊക്കെ പറയുന്നത് അത് ശാസ്ത്രീയമായിട്ട് യാതൊരു അടിസ്ഥാനമുള്ള കാര്യമല്ല. ഇനി നിങ്ങൾ കഴിക്ക്, ഞാൻ കഴിക്കാത്ത ആളാണ് കേട്ടോ, നമ്മൾ കഴിക്ക്. പക്ഷെ ഈ കംപ്ലീറ്റ് ബോട്ടിൽ തീർക്കണമെന്ന് എന്ത് ഇത്ര വാശി അല്ലെ? എന്നാലോചിച്ച് കംപ്ലീറ്റ് ബോട്ടിൽ എന്താ തീർക്കുന്നത്? ഇരുന്ന് കഴിഞ്ഞാല് 2 or 3 പെപ്പടിക്ക് തീർക്ക് പരിപാടി. ഈ എല്ലാ ദിവസവും കഴിക്കണം എന്തിനാ നിർബന്ധം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലിവർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? പിന്നെ വലിക്കുന്നത്, ഓക്കെ വലിക്ക്, 2 സിഗരറ്റ് വലിക്ക്. ഇനി സിഗരറ്റ് വലിച്ചിട്ട് അതിന്റെ പകുതി ഭാഗം എത്തിക്കഴിയുമ്പോൾ ബാക്കിയുള്ള സിഗരറ്റ് കളാ. ഈ കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സുകാരായിക്കോട്ടെ വേറെ ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, അതായത് കേരളത്തിന് പുറത്തേക്ക് നമ്മൾ കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, വിദേശികളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, എന്റെ ഒരു അനുഭവത്തിൽ യങ് ജനറേഷൻ ഉണ്ടാവാം, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്റെ ഒരു അനുഭവത്തിൽ ഇത്രമാത്രം, ഞാൻ എല്ലാ സ്ഥലങ്ങളിൽ കൂടെ പോകുന്ന ഒരാളായതുകൊണ്ട് ഇത്രമാത്രം കള്ളു കുടിക്കുകയും ഇത്രമാത്രം പുകവലിക്കുന്നവർ കൂടുതലാണ്. പക്ഷെ ഇത്രമാത്രം കള്ളടിക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന മലയാളികളേ ഉള്ളൂ. ഇത്രമാത്രം കഴിക്കുന്നവർ. വിദേശികളൊക്കെ കഴിക്കുവാണെങ്കിലും എന്റെ അനുഭവം, ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അവര് കുറച്ച് പരിധി ഉണ്ട് അടിക്കുന്നതിന്. നമുക്കാണ് പരിധി ഇല്ലാതെ അടിക്കുന്നത്. ഇനി അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബമാണ്. നമ്മുടെ കുടുംബം ഒരു ലീഡർ എന്ന് പറയുന്ന വ്യക്തി ഒരു ശരിയായ ലീഡറായിട്ട് മാറുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കുടുംബത്തിലായിരിക്കണം. ആദ്യം കുടുംബത്തിൽ ലീഡറായിട്ട് മാറണം. അതെന്താ ലീഡറാവുന്നേ? കുടുംബത്തെ സ്നേഹത്തിൽ ഒരുമിപ്പിച്ച് നിർത്തുമ്പോഴാണ് നമ്മൾ ലീഡറാവുന്നത്. ഞാൻ ഡേവിസ് ചേട്ടനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഉണ്ട്, എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മള് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, നമ്മൾ കർഷകരാണ്, മറ്റ് ബിസിനസ് ഒക്കെ നന്നായിട്ട് നടത്തി പൈസ സ്വരൂപിക്കുന്ന ആൾക്കാരാണ്.
എന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈസയൊക്കെ സ്വരൂപിക്കുന്നത്, അല്ലെ? മക്കൾക്ക് വേണ്ടിയിട്ടാണ് സ്വരൂപിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയും, ഒരു പരിധിയിൽ കൂടുതൽ പൈസ ഒന്നും മക്കൾക്ക് വേണ്ടിയിട്ട് സ്വരൂപിച്ചു വെക്കരുത്. അതിന്റെ റീസൺ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞാൽ? ഇവിടെ ഇരിക്കുന്ന പലരും എന്നോട് വളരെയധികം മുഖത്തേക്ക് എന്നെ നോക്കുമ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് പൈസ സ്വരൂപിച്ചു വെക്കരുതെന്ന് പറയുമ്പോൾ നല്ല അരിശം വരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവാം. മക്കൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഒരു പരിധി കൂടുതൽ പൈസ സ്വരൂപിച്ചു വെക്കുന്നതെന്ന് പറയാൻ കാരണം, മക്കൾ പൈസ ഉണ്ടാക്കാൻ പഠിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ അരയൊക്കെ അങ്ങോട്ട് മുറുക്കി ജീവിക്കാന്ന് പറയുന്ന സംഭവമില്ലേ, അതല്ല നമുക്ക് വേണ്ടിയത്. നമുക്ക് വേണ്ടത് പൈസ സ്പെൻഡ് ചെയ്യണം. പക്ഷെ എങ്ങനെ സ്പെൻഡ് ചെയ്യണം, ഇതാണ് നമുക്ക് അറിയില്ലാത്തത്. ഞാൻ ഇവിടെ ആന്റണി സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, നമുക്ക് ഈ ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സംഭവം, നമ്മൾ അഗ്രികൾച്ചർ മേഖലയിലുള്ള ആൾക്കാരാണ്. നമുക്കിവിടെ ഇഷ്ടംപോലെ വാഴകൾ കൃഷി ചെയ്യുന്നുണ്ട്, ധാരാളമായിട്ടുള്ള വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള എത്ര സംരംഭങ്ങൾ ഇവിടെയുണ്ട്. നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്വരൂപിച്ചു വെക്കുന്നു. പക്ഷെ കിട്ടുന്ന പൈസ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ ഏതു രീതിയിൽ നമ്മൾ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് ഉപകരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നു, ഇതാണ് എന്റെ ചോദ്യം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറേയധികം കപ്പ കൃഷി ചെയ്യുന്ന ഒരാളെ അയാളോട് സംസാരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു, നമുക്കിത് ചിപ്സ് ആക്കി മാറ്റിയാലോ? ഓ, ആരെ മെനക്കെടാനോ? അതെന്താ കപ്പ ചിപ്സ് ആക്കാൻ അത്ര ബുദ്ധിമുട്ടാ? കപ്പ ചിപ്സ് ആക്കിയിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് അത് വിറ്റുപോവില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്രമാത്രം കപ്പകളും ഇത്രമാത്രം കപ്പ ചിപ്സ് പാക്കറ്റുകളും ബനാന ചിപ്സ് പാക്കറ്റുകളും ഇത്രമാത്രം പിന്നെ എങ്ങനെ കടയിൽ വിറ്റ് ചെലവാകുന്നത്? ഈ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ സിജു, എന്റെ കൂടെ വന്നിരിക്കുന്ന സിജു ഉണ്ട്. ഞാൻ സിജുവിനോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം സിജു പറഞ്ഞത് ഇതാണ്. സിജു ഒരു നല്ല കർഷകനും കൂടിയാണ്, മാർക്കറ്റ് അനലിസ്റ്റ് കൂടിയാണ് സിജു. സിജു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മളെല്ലാവരും വില ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നു. കൃഷിക്കാരെല്ലാവരും പറയുന്നത് നമുക്ക് നഷ്ടമാണെന്ന് പറയുന്നു, എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്ന് ആരും പറയുന്നില്ല. ഇത് ശരിയല്ലേ? ആക്ച്വലി ഇവിടെ ലാഭം ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇവിടെ കൃഷിയെ ലാഭമാക്കണമെങ്കിൽ മൊത്തം പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയോ, അതിന്റെ എത്രയോ ബൈ പ്രൊഡക്റ്റ്. ഒന്നും വേണ്ടത്, നമ്മൾ വെറുതെ പ്ലാവിനെ കുറിച്ചൊന്ന് ചിന്തിച്ച്. പ്ലാവ്, ചക്ക. ഇന്ന് എല്ലാവരും വന്ന്, അതായത് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് ലോഡ് കണക്കിന് ചക്ക, പിഞ്ചു ചക്ക ഇട്ടുകൊണ്ട് പോകുന്നു, അല്ലേ? ശരിയല്ലേ? ഇതെങ്ങോട്ടാ പോകുന്നത് ഈ ചക്ക? ആലപ്പുഴ. എന്തിനാ പോകുന്നത്? അയ്യോ, മത്സ്യത്തിന് ഭക്ഷണമായിട്ടല്ല ആലപ്പുഴ എന്ന് കേട്ടപ്പോ. പിന്നെ മനുഷ്യന് എങ്ങനെയാ ഭക്ഷണമായിട്ട് മാറുന്നത്? പച്ചച്ചക്കയോ? കാരണം ഏതൊരു പ്രമേഹ രോഗിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് ഈ ചക്കക്കുരുവും ചക്ക എന്ന് പറയുന്ന സാധനം. അത്രമാത്രം പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഒരു വിളയാണ് നമ്മൾ ഈ ചക്ക എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നത്. ഒരു വിഷാംശമില്ലാത്ത കാര്യമാണ്. അപ്പം എന്റെ ചോദ്യം ഇതാണ്, കർഷക കോൺഗ്രസ് എന്തെങ്കിലും ചിന്തിച്ചോ? ഇവിടുത്തെ ചക്ക മുഴുവൻ സംഭരിച്ചിട്ട് അതിനുള്ള സബ്സിഡിയെ കുറിച്ച് ചിന്തിക്കണ്ട. ഞാൻ വേറൊരു കാര്യം ആനന്ദസാറുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു പരീക്ഷ പോയപ്പോൾ, ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ എന്റെ ക്ലാസ് എടുക്കാൻ പോയതാ, പേരൻസിന് വേണ്ടിയുള്ള ക്ലാസ് എടുക്കാൻ പോയതാ. നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെയാണ് വന്നത്. ആ സമയത്ത് അവിടുന്ന് ഒരു അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, US-ലുള്ള 2 പേരും അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഓസ്ട്രേലിയയിലുള്ള 4 പേരും കൂടി ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതുപോലെയുള്ള ബൈ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണോ? ആ നാട്ടുകാർ തന്നെ പാര വെച്ചിട്ട് എന്ത് ചെയ്തു? അത് വേണ്ടാന്ന് വെപ്പിച്ചു. അവരിവിടെ പൈസ മുടക്കാൻ തയ്യാറാണ്. അവർക്കറിയാം ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാമെന്ന്. അതിന്റെ ലാഭം മാത്രം അവർക്ക് കൊടുത്താൽ മതി. അവർ പറഞ്ഞ ഇതാണ്, ഞങ്ങൾ അവിടെ പോയി ധാരാളം പൈസ ഉണ്ടാക്കി, ഞങ്ങളുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഇഷ്ടംപോലെ പ്ലാവുകൾ, നമുക്കറിയാം മിക്ക പറമ്പുകളിലും എന്തുണ്ട്? പ്ലാവുകൾ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഈ പറമ്പുകളിൽ നിന്ന്, ഈ പ്ലാവുകളിൽ നിന്ന് ചക്ക ശേഖരിച്ച് എവിടെ കൊണ്ടുവന്ന് എത്തിച്ചാൽ മതി? ഇവിടെ എത്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ഒരു സിംഗിൾ കാര്യം, ഒരു ചെലവുമില്ലാതെ ഒരു നാടൻ പ്ലാവാണെങ്കിൽ അതിന് വലിയ കേടൊന്നും വരികയില്ല. ശരിയല്ലേ? ഇനി വേണ്ട, നമ്മള് ബഡ് പ്ലാവുകൾ വെക്കുക, കൃഷിഭവനിൽ നിന്ന് മേടിക്കാൻ വെക്കുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള ഇതുപോലെയുള്ള ചില ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ
പൈസ മുടക്കാൻ ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ കേരളത്തിലെ കർഷകര് പഞ്ചായത്തിലേക്കും കൃഷിഭവനിലേക്കും പോയിട്ട് അവിടുന്ന് എന്ത് സബ്സിഡി കിട്ടുമെന്നാണ് എല്ലാ പ്രാവശ്യവും ചിന്തിക്കുന്നത്. ഞാനിപ്പോ അത് ശരിയാണോ അല്ലയോ? ആണോ അല്ലയോ? ഇതാണ് നമ്മുടെ പ്രശ്നം. എന്ത് സബ്സിഡി എനിക്ക് കിട്ടും? എനിക്ക് വെറുതെ പൈസ എന്ത് കിട്ടും? അതല്ലെങ്കിൽ സബ്സിഡി ഇനത്തിൽ എനിക്ക് എന്ത് പൈസ കിട്ടും? ഇത് ശരിക്കും എക്സ്പോർട്ടിന്റെ ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കണം. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ബൈ പ്രൊഡക്ട്സ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതിനു ശേഷം അത് എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് വെക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ജസ്റ്റിസ് സാറിന് അവിടെ നിന്നിട്ട് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, ഞങ്ങൾ കർഷകർക്ക് അതങ്ങനെ അത്ര എളുപ്പമല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്രയും വർഷം കഷ്ടപ്പെട്ട് പലരോടും മല്ലടിച്ച് കുടിയേറ്റ സമയത്ത് കൃത്യമായിട്ട് കാട് വെട്ടി വന്യമൃഗങ്ങളോട് മല്ലടിച്ചിട്ടാണ് നമ്മുടെയൊക്കെ പോവുകയിൽ എന്ത് ചെയ്തത്? ഇവിടെയൊക്കെ തെളിച്ചെടുത്തത്. ആണോ അല്ലയോ? അല്ലെ? ശരിയല്ലേ? എന്റെ അപ്പന് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. കാരണം ഞാൻ മലബാറിലായിരുന്നു, ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്. ആലക്കോടിന് അപ്പുറത്ത് കാർത്തികൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെയാണ് ശരിക്കും അപ്പൻ ചെല്ലുന്നതും അവിടെ കുറേയധികം കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളൊക്കെ വെട്ടിയെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത്. എന്റെ അപ്പന്റെ അപ്പനും അങ്ങനെയാണ് ചെയ്തത്. അത്രമാത്രം കഷ്ടപ്പെട്ട ആൾക്കാരുടെ പാരമ്പര്യമുള്ള മനുഷ്യന്മാരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഒരു സംരംഭം തുടങ്ങാൻ നമുക്ക് പറ്റത്തില്ലേ? ഇടുക്കി ജില്ലയിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായി കഴിഞ്ഞാൽ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരോട് വരും. ഞാൻ എക്സാമ്പിൾ പറയാം. നീലഗിരി കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട് വയനാട്ടിൽ. ഒരു റാഷിദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് ലീഡ് ചെയ്യുന്നത്. റാഷിദിന്റെ ഫണ്ടാണ്. നീലഗിരി കോളേജിന് A++ കിട്ടി. ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നാക്കിന്റെ അക്രഡിറ്റേഷൻ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ, നാക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കോളേജുകൾക്ക് ഗ്രേഡ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത ആ കോളേജിന് കിട്ടി. ഇന്ന് ആ കോളേജ് കാണാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വരുക. എന്തിനാ വരുന്നത്? നമ്മളൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ, നമ്മളൊരു കുറച്ച് ത്യാഗം സഹിച്ചൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ കർഷക കോൺഗ്രസുകാരും ഇത് പഠിക്കാൻ വരും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇടുക്കിയിൽ അത് സാധ്യമാണോ? ഞാൻ പറയും സാധ്യമാണെന്ന് പറയും. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്മിറ്റി എങ്കിലും രൂപീകരിച്ചിട്ട്, പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി എങ്കിലും രൂപീകരിച്ചിട്ട് ഈ കർഷക കോൺഗ്രസ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇത് വിജയമാണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ എന്ത് പറയും? കുറെ മീറ്റിങ്ങുകൾ നടന്നു, കുറെ ആൾക്കാർ വന്ന് പ്രസംഗിച്ചു, ഞാനതൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടു കൂടി പോയി. എന്റെ വീട്ടിൽ ആവശ്യത്തിന് കഞ്ഞി കുടിക്കാനുള്ള സ്വത്തുണ്ട്. ഇനി എന്നാ സംരംഭം? അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ചിന്തിച്ചാൽ ലോകത്ത് മാറ്റം ഉണ്ടാവില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പൈസ എങ്ങനെ ചെലവഴിക്കണം, കുടുംബവുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ച്. ഒന്നും വേണ്ടെന്നേ. അതായത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളൊരു തീരുമാനം എടുക്കും, നമുക്ക് ഇത്ര ഉണ്ടല്ലോ, ഇതൊക്കെ മതി, ഇതുകൊണ്ട് സുഖിക്കാം. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകണം. അതിനപ്പുറത്തേക്ക് പോകുന്ന നിമിഷമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. എന്തെങ്കിലും സമൂഹത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുക. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ സംരംഭകരായിട്ടുള്ളവർ കയർത്തി കാണിച്ച്, തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരെന്ന് കയർത്തി കാണിച്ച്. ഓക്കെ, സന്തോഷം സന്തോഷം സന്തോഷം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും? എന്റെ കൂടെ ഉള്ളത് ഏകദേശം 9 പേരാ. ഞാൻ അത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്കിപ്പോ അത് മതി, അതുകൊണ്ടാണ് 9 പേര്. പക്ഷേ നമ്മൾ തൊഴിൽ കൊടുക്കാൻ പറ്റണം. അങ്ങനെ തൊഴിൽ കൊടുക്കുമ്പോഴാണ് നാട് വളരുക. വേറൊരു കാര്യം കൂടി നമ്മൾ എല്ലാവരും ഓർക്കുക, ഈ നാട്ടിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ലേ? നമ്മുടെ മക്കളും പോകുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ചിന്തിച്ചിട്ട് ഈ നാട്ടിലുള്ള വ്യക്തികൾക്ക് തൊഴിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാർ പോവില്ല. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പിള്ളേർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ഇവിടെ ചെലവഴിക്കണം. ഞാൻ ഡെവിസേട്ടനുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അത് വളരെ സത്യമാണ്. വിദേശ രാജ്യങ്ങളിൽ ഒരു വ്യക്തി 100% സ്പെൻഡ് ചെയ്യും. നമ്മളിത് സേവ് ചെയ്ത് വെക്കും. എന്തിനാ സേവ് ചെയ്ത് വെക്കുന്നത്? മക്കൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് മക്കൾ എന്ത് കാണിക്കുന്നതുകൊണ്ട് തൂത്തടിക്കും. അവരെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. നോർമലി ഇങ്ങനെയല്ല പറയുന്നത്, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. അവരെ മീൻ പിടിപ്പിക്കുക. ഇവിടെ എല്ലാ സമയത്തും ഈ മീൻ പിടിച്ചു കൊടുക്കല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ, നമ്മുടെ കയ്യിൽ ഉള്ള സേവിങ്സ് സംരംഭങ്ങളായിട്ട് മാറ്റുക. നഷ്ടമുണ്ടാവാത്ത സംരംഭങ്ങൾ. അതിന് ഒരു സപ്പോർട്ട് മേടിക്കുക. അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുടെ സപ്പോർട്ട് മേടിക്കുക. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് പാരിതോഷികമൊന്നും തരണ്ട,
ഫോണിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്നോ ഒക്കെയുള്ള സപ്പോർട്ടുകൾ തരണമെങ്കിൽ ഞാൻ തരാം. ഞാനൊരു ബിസിനസ് കൺസൾട്ടന്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. ഇവിടെ പലരും ഉണ്ടായിരിക്കും അങ്ങനെ ബിസിനസ് കൺസൾട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഞാൻ സപ്പോർട്ട് ചെയ്യാം. പ്രതിഫലമല്ല, ഞാൻ ഈ ക്ലാസ് എടുത്തു എന്നതിന്റെ പേരിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ എന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നതിന്റെ പേരിൽ നിങ്ങൾക്കൊരു സംരംഭം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ കാര്യം. ഇനി വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എന്ന് പറഞ്ഞിട്ട്, ലീഡറായിട്ട് വീട്ടിൽ എങ്ങനെ നമുക്ക് പെരുമാറാം. വീട്ടിൽ ലീഡറായിട്ട് പെരുമാറുമ്പോൾ വീട്ടിലെ അംഗങ്ങളുമായിട്ട് സംസാരിക്കണം. ഒരുമിച്ച് കിടക്കണം, ഭാര്യയും ഭർത്താവും കൂടി. ചില ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ വൈഫ്സ് അവർ പറയാറുണ്ട്, ഓ ഞങ്ങൾ ഒരുമിച്ച് കിടന്നിട്ട് ഒരുപാട് വർഷമായി. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അത് ഭംഗിയായിട്ട് നടക്കില്ല. കാരണം ഞാനൊരു കൗൺസിലർ ആയതുകൊണ്ട് ഈ ഒരു പ്രശ്നം സ്ഥിരമായിട്ട് അഭിമുഖീകരിക്കുന്ന. മക്കളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കണം. ഒരു ലീഡറാണ് നിങ്ങള്. അനുയായികളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ എവിടെ നിന്ന് പഠിക്കണം? വീട്ടിൽ നിന്ന് പഠിക്കണം. മക്കളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കണം. ഞാനൊരു വല്യപ്പനാ, ഓ ഞാൻ ഒരുപാട് സ്നേഹിച്ചാൽ ശരിയാവില്ല, അങ്ങനെയൊന്നുമില്ല. ഞാനൊരു ഹസ്ബൻഡാ, ഒരു പരിധി കൂടുതൽ സ്നേഹിച്ചാൽ ശരിയാവില്ല, അങ്ങനെയൊന്നുമില്ല. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. വിളക്ക് കത്തിച്ച് അത് എന്താണ് പീഠത്തിന് കീഴി വെക്കാനുള്ളതല്ല, അത് മുകളിൽ തന്നെ വെക്കണം. സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കണം. ഇനി സംസാരിക്കണം. ഞാൻ പലരോടും ചോദിക്കുമ്പോൾ, കൗൺസിലിങ്ങിന്റെ സമയത്ത് പലരോടും ചോദിക്കുമ്പോൾ എല്ലാവരും എനിക്ക് ആ വൈബ് കിട്ടുന്നില്ല, എനിക്ക് വൈഫിനോട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഒന്ന് സംസാരിച്ച് നോക്ക്. നമ്മുടെയൊക്കെ പെണ്ണുങ്ങൾ സാധാരണ രീതിയിൽ നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കംപ്ലൈന്റ് എന്താ? നിങ്ങള് വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ടല്ലോ അല്ലെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയുന്ന കംപ്ലൈന്റ് എന്താ? സംസാരിക്കാനുള്ള സമയം കൊടുക്കുന്നില്ല. നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക്. സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വൈഫും സംസാരിക്കും, ഏതൊരു മകനും മകളും സംസാരിക്കും. അതിന് ലീഡർ ഉണ്ടാകുന്ന ക്വാളിറ്റിയാ. നമ്മൾ പുറത്തിറങ്ങി ഒരുപാട് സംസാരിക്കും. ആരോട്? നാട്ടുകാരോടൊക്കെ സംസാരിക്കും. പക്ഷേ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എവിടെ പഠിക്കണം? വീട്ടിൽ പഠിക്കണം. ഇതുവരെ സംസാരിക്കാത്ത ആൾക്കാരെ ഇന്ന് പോയിട്ടൊന്ന് ചിരിച്ചു കാണിക്കണം. അപ്പൊ ആരെന്നാ പറയും, എന്നാ പറ്റിയാക്ക്, എന്തോ ഒരു ക്യാമ്പൊക്കെ കൂടാൻ പോയില്ല, എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. സാരല്ല, എന്നിട്ട് പറയുക, ഇങ്ങനെ ഒരുത്തം വന്നായിരുന്നു, ഒരു ഡോക്ടർ ജസ്റ്റിൻ തോമസ് വന്നായിരുന്നു, അയാള് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാനാ, ഇനി നിന്നെ കാണുമ്പോൾ ഞാൻ ചിരിച്ചു കാണിക്കുമെന്ന് പറയാ. ആ സ്ത്രീയുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ശരിയല്ലേ? അങ്ങനെ സംഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ, തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കുടുംബത്തിൽ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം, നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ അവരെ സ്നേഹിക്കണം, മക്കളെ ഒന്ന് കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം. എവിടെയെങ്കിലുമൊക്കെ പോകണേ. ചില ആൾക്കാരോട് ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു ടൂറിനൊക്കെ പോവും. ഞാൻ ആ ടൈപ്പ് അല്ല സാറേ. പിന്നെ ഏത് ടൈപ്പാ? ഞാൻ ആ ടൈപ്പ് അല്ലെങ്കിൽ പിന്നെ ഏത് ടൈപ്പാ? എന്താ പ്രശ്നം വരുന്നേ? ഒരു സിനിമയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞു, വീട്ടിൽ ആവശ്യത്തിന് വലിയൊരു ടി വി ഉണ്ട്. ഞാൻ ചോദിച്ചു, തിയേറ്ററിൽ കയറിയിട്ട് എത്ര വർഷമായി? ഓ പണ്ടുങ്ങാണ്ട് കയറുക, എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് വൈഫ് ഒന്ന് കയറണമെന്ന് പറഞ്ഞു. എന്താ സംഭവം അറിയാവോ? ഈ പുള്ളി എന്തിനാ വന്നതെന്ന് അറിയാവോ? വന്നത് മോള് ഇഷ്ടം പോലെ ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാ തിയേറ്ററും കയറി ഇറങ്ങുക. എന്താ സംഭവിക്കുന്നേ? ഞാനെന്ന് പറയുന്ന വ്യക്തി എന്റെ മോനെ കൂട്ടി ഒരു തിയേറ്ററിൽ പോകാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക് ആഗ്രഹമുണ്ട്. അവര് കൂടെ കൂടുന്ന ആരുടെ കൂടെ വേണമെങ്കിലും പോകും, തിയേറ്ററിൽ പോകും. എന്നിട്ട് നമ്മളിരുന്ന് കരയും, അയ്യോ ഞാൻ എത്ര കഷ്ടപ്പെട്ട് എന്തേലും ഉണ്ടാക്കിയത് എന്റെ മോക്ക് വേണ്ടിയിട്ട്, എന്റെ മോന് വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒരു കാര്യമില്ല, കരയുക മാത്രമേ ഉള്ളൂ. ആ മകനോടോ മകളോടോ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക, എടി ഞാൻ എത്ര കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടിയിട്ട്. അപ്പൊ മകള് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നതാ കഷ്ടപ്പെട്ടെ? ഒന്നുമില്ല. നമ്മൾ സ്പെൻഡ് ചെയ്യണം. സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യ സ്പെൻഡിങ് അല്ല. എന്റെ ഒരു ഐഡിയ, ഞാൻ എന്റെ ഒരു സേവിങ് എന്ന് പറയുന്നത് 20% സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. 20%, 20% സേവ് ചെയ്യും. 50% ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ബാക്കി എത്രയുണ്ട്? അത് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ആ സ്പെൻഡ് ചെയ്യുന്നേ അത് കൊടുക്ക്, ആൾക്കാരിലേക്ക് വിട്ടുകൊടുക്ക്. കാരണം ഈ പൈസ എന്ന് പറയുന്നത് കിടന്ന് കറങ്ങണം, എങ്കിലേ ബാക്കിയുള്ളവർക്കും പൈസ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യണം. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കണം നിർബന്ധമായിട്ട്. ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? വീണ്ടും റിട്ടേൺ ഉണ്ടാകുന്നത്, വീണ്ടും നാടിന്റെ പുരോഗതി ഉണ്ടാവുന്നത്, എല്ലാം ഉണ്ടാവുന്നത്. ഈ ഇടുക്കി മേഖലയിൽ നിന്ന് ആൾക്കാർ നാട്ടിലേക്ക്, കോട്ടയം ഭാഗങ്ങളിലേക്കൊക്കെ മാറി താമസിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. കാലാവസ്ഥക്കനുസരിച്ച്, ക്ലൈമറ്റ് അനുസരിച്ച് പഠിക്ക്. ഉരുൾപൊട്ടലുള്ള സ്ഥലമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെതായ പ്രശ്നങ്ങളുള്ള സ്ഥലമാണെന്ന് വിചാരിക്കുക. അവിടെ എന്ത് ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം? അങ്ങനെയാണല്ലോ ജപ്പാനൊക്കെ വളർന്നു വന്നത്.
അങ്ങനെയാണല്ലോ ഭൂകമ്പം ഉണ്ടാകുന്ന ജപ്പാന് ലോകത്തിലെ ഏറ്റവും വലിയ ഡെവലപ്ഡ് നേഷൻസിൽ ഒന്നായിട്ട് മാറുന്നത്. എല്ലാവർക്കും പ്രശ്നമുണ്ട്. നമ്മൾ പ്രശ്നങ്ങളെ മാത്രം മുമ്പിൽ കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ കുടുംബത്തില് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യണം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തായിരിക്കും തൊഴിൽ എന്ന് പറയുന്നത്? നമ്മുടെയൊക്കെ തൊഴില് അത് ഒന്നെങ്കിൽ കൃഷിയായിരിക്കും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബിസിനസ് ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ശരിയല്ലേ? ഇനി പണിയെടുക്കാതെ നമ്മൾ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. ഇതെന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിവിടെ എഴുതി വെച്ചിരുന്നൊരു കാര്യമാണ്. തൊഴിലെടുക്കാതെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയാൽ അത് ഫലവത്താവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം റെജി എന്ന് പറയുന്ന ഒരാളെ കണ്ടു. ഞാൻ എവിടെയാണ് എന്താണെന്നൊന്നും അതോട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു ഗവൺമെന്റ് ഓഫീസറാണ്. എന്നിട്ട് ഈ മനുഷ്യനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, സംഘടനാ പ്രവർത്തനം നടത്തുന്ന തൊഴിലെടുക്കുന്ന ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ഒരു ധാരണയുണ്ട്, ഇവൻ പണിയെടുക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. അത് തിരുത്തി കുറിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം. ഇവൻ എന്റെ കൂടെ പഠിച്ചതാണ്. എന്റെ കൂടെ പഠിച്ചു നിർത്താൻ അവന് എന്നെക്കാളൊക്കെ എത്രയോ ഉയർന്നൊരു വാല്യൂ സിസ്റ്റം. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെന്ന് പറയുന്ന വ്യക്തികള് നിങ്ങളുടെ പണി ശരിക്കും ചെയ്യുന്നുണ്ടോ? അത് കൃഷി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിതാണ് സോഷ്യൽ ലൈഫ്. സാമൂഹ്യപരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കുമ്പോൾ, കർഷക കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം പറയാം. എന്താ വേണ്ടിയെന്ന്? നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, ഒരു ലീഡർ എന്നുള്ള നിലയിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം, വിശ്വാസം ആർജിക്കണം. അതൊരു എന്തെങ്കിലും കാഴ്ചയുള്ള ഒരു വിശ്വാസമല്ല, ഒരു വലിയ വിശ്വാസം. ആ വ്യക്തിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ലതേ വരുവുള്ളൂ എന്നുള്ള ഒരു വലിയ വിശ്വാസം. ആ വിശ്വാസത്തിൽ ഈ ലോകം മുഴുവൻ മുമ്പോട്ട് പോകുന്നത് എന്തിനധിഷ്ഠിതമാണ്? വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. എല്ലാം പോകുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഈ വിശ്വാസം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു ലീഡർ എന്നുള്ള നിലയില്, കർഷക കോൺഗ്രസിലെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യുവാൻ നിങ്ങളുടെ കൂടെ ഒരു പറ്റ മണികളുണ്ടാവും. ശരിയല്ലേ? അതാണ് ലീഡർമാർ ചെയ്യുന്നത്. ലീഡർമാർ നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, ലോകത്തിന്റെ ഹിസ്റ്ററിയിൽ ഏത് ലീഡേഴ്സിനെയും എടുത്ത് നോക്കിക്കോ, അവർ ലീഡറായിട്ട് മാറിയത് അണികളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ്. ട്രസ്റ്റ്, വിശ്വാസം ആർജിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം നേടിയെടുക്കുവാൻ നിങ്ങളെന്ന് പറയുന്ന വ്യക്തികൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ നിങ്ങൾ ഒരു ലീഡറായിട്ട് താനെ വളരുകയാണ്. സമചതുരത്തിന്റെ ഓരോ കോണുകളും തുല്യമാണ്. ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്കുള്ള ദൂരവും തുല്യമാണ്. 4 സമചതുരം. അതിൽ ഒരു കോണിന് ഞാൻ ഇങ്ങനെ പറയുന്നു കുടുംബം, മറ്റൊരു കോണിന് ഞാൻ പറയുന്നു വ്യക്തിപരം, മറ്റൊരു കോണിന് ഞാൻ പറയുന്നു തൊഴിൽപരം, മറ്റൊരു കോണിന് ഞാൻ പറയുന്നു സാമൂഹികം. ഈ കുടുംബപരമായിട്ടുള്ള കാര്യം, വ്യക്തിപരമായിട്ടുള്ള കാര്യം, സാമൂഹ്യപരമായിട്ടുള്ള കാര്യം, തൊഴിലിന്റെ കാര്യം, ഈ 4ഉം ഈക്വലായിട്ട് പോകണം, തുല്യമായിട്ട് പോകണം. അങ്ങനെ പോകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് വർക്ക് ലൈഫ് ബാലൻസ്, അല്ലെങ്കിൽ ജീവിതവും ജോലിയും ബാലൻസ് ചെയ്തു പോവാന്ന് പറയും. ഞാനിത് എന്തുകൊണ്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങള് സാമൂഹ്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ശോഭിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു സ്വസ്ഥത ഉണ്ടാവണം. ശരിയല്ലേ? വീട്ടുകാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, വൈഫ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, ഹസ്ബൻഡ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നീ സമൂഹ സേവനം നടത്ത്, നന്നായിട്ട് ചെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എനർജിയാ. ഈ കുടുംബം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ ആർക്ക് പറ്റണം? നമുക്ക് ഒരിടത്തൊന്നും പറ്റണം. കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലാതാവുന്നത് പ്രധാനമായിട്ടും അവരെ കേൾക്കാത്ത കൊണ്ടും അവരുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അവരെന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആളാണെന്ന് വരുത്തി തീർക്കുവാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. ഞാൻ പറയും പലപ്പോഴും നിങ്ങള് പലതരത്തിലുള്ള മുഖംമൂടികൾ ധരിക്കാൻ പോയി. മുഖംമൂടികൾ. അപ്പം ചിലർ ചോദിക്കാറുണ്ട്, ജസ്റ്റിനെ മുഖംമൂടി ധരിക്കാൻ പറയുന്നത് തെറ്റല്ലേ? ഞാൻ പറയും മുഖംമൂടി ധരിക്കണം. ഈ മുഖംമൂടികൾക്ക് സാധാരണ പറയുന്ന ഒരു വാക്ക്, ഒരു ലാറ്റിൻ വാക്കെന്ന് പറയുന്നത്
പെഴ്സോണ, പേഴ്സണാലിറ്റി, മുഖംമൂടി എന്നൊക്കെ പറയും. ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും മുഖംമൂടി എന്ന് പറയുന്ന ഈ ലാറ്റിൻ വാക്കിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഇനി മനഃശാസ്ത്രത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, അതിതാണ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും അതുള്ളതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഉള്ളതായിട്ട് തീരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്റെ വൈഫിനോട് സ്നേഹമില്ല എന്ന് വിചാരിക്കുക. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് എന്റെ വൈഫിനോട് സ്നേഹമുണ്ട്. ഞാൻ ചിന്തിക്കുകയാണ് എന്റെ വൈഫിനോട് എനിക്ക് സ്നേഹമുണ്ട്. ഞാൻ മറ്റുള്ളവരോട് പറയുന്നു എന്റെ വൈഫിനോട് എനിക്ക് സ്നേഹമുണ്ട്. സ്നേഹമുള്ളതുപോലെ ഞാൻ ആക്ട് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അതിൻ്റെ അത്ര ആക്ടിങ്ങും കൂടിയുണ്ട്. മുഖത്ത് തലോടുന്നു, ഒന്ന് മുഖത്തേക്ക് നോക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നാട്യമല്ലേ എന്ന് ചോദിക്കും. ആയിക്കോട്ടെ, നാട്യമായിക്കോട്ടെ. ഈ നാട്യമാണെങ്കിൽ പോലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നാട്യം സത്യമായിട്ട് മാറും. പൈസയുടെ കാര്യത്തിലും ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിലും സംരംഭങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഇതാ സംഭവിക്കുന്നത്. ഇതിനാണ് സാധാരണ നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ പറയുന്നത് ഗോൾ സെറ്റ് ചെയ്യുക, ലക്ഷ്യം സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നേരത്തെ, അതായത് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലക്ഷ്യം സെറ്റ് ചെയ്യുന്നു. ഞാൻ സ്ഥിരമായിട്ട് പറയുമായിരുന്നു, എനിക്ക് എല്ലാ മാസവും 2 പ്രാവശ്യമെങ്കിലും വിദേശയാത്ര നടത്തണമെന്ന്. സത്യമായിട്ടും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നടക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. എന്ത് നമ്മൾ അതാണ് മനുഷ്യന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാനുള്ള അപാര കപ്പാസിറ്റി ഏത് പ്രായത്തിലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഈ കപ്പാസിറ്റിയെ തിരിച്ചറിഞ്ഞ്, ഈ കഴിവിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ആരായിട്ട് മാറുന്നത്? ഒരു നല്ല ലീഡറായിട്ട് മാറുന്നത്. നമ്മൾ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള അനുയായികൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യര് ഇവര് വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരാണ്. ഒരു കാട്ടിലേക്ക് നമ്മൾ പോകാന്ന് വിചാരിച്ചാൽ കാട്ടിൽ എത്ര തരത്തിലുള്ള വന്യമൃഗങ്ങളെ കാണാം. മനുഷ്യന്മാരെ സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, ചില മനുഷ്യന്മാര് ആനകളെ പോലെയാണ്. നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാര് ശരീരത്തിന്റെ വെയിറ്റ് മാത്രമല്ല ഇവർ ആനകളാവാനുള്ള കാരണം. ഇവരുടെ ആ ഒരു നടത്തം, ഇവരുടെ ആ ഒരു രീതി, ചില സമയത്ത് കലിപ്പ് വന്നു കഴിഞ്ഞാൽ, മതം ഇളകി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാം തട്ടി തെറിപ്പിച്ച് നശിപ്പിച്ച് കുളവാക്കി വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. ആനകളുടെ രീതി. നമ്മൾ ഒരുപാട് അരിശപ്പെടുത്തിയില്ലെങ്കിൽ, മതം ഇളക്കിയില്ലെങ്കിൽ, ഒരുപാട് അടിയൊന്നും കൊടുത്തില്ലെങ്കിൽ ഇവർ നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടിയായിരിക്കും. ആനകളുടെ സ്വഭാവമായിരിക്കും. ചില മനുഷ്യന്മാര് കുറുക്കന്മാരെ പോലെ ആയിരിക്കും. എവിടെയാണ് അവസരം നോക്കി നടക്കും, എവിടെ ചാടി വീഴണം, ആർക്കിട്ട് എന്ത് പണി കൊടുക്കണം എന്ന് നോക്കി നടക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. ഇവരെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, അടക്കി നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചാടി വീഴുവാനും ചിലപ്പോൾ നമ്മളെ കടിക്കുവാനുള്ള സാധ്യതയുണ്ട്. പൂക്കന്റെ പ്രത്യേകത അതാണ്. ചില മനുഷ്യന്മാര് പാമ്പുകളെ പോലെ, ഇവിടെ പറഞ്ഞ പാമ്പുകളെ പോലെ, അത് കള്ളടിച്ചിട്ടുള്ള പാമ്പിനെ പോലെ അതല്ല ഉദ്ദേശിച്ചത്. ഈ പാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? പാമ്പിനെ നമ്മൾ ഉപദ്രവിച്ചെങ്കിൽ മാത്രമേ പാമ്പ് തിരിച്ച് നമ്മളെ ഉപദ്രവിക്കുള്ളൂ. ശരിയല്ലേ? അല്ലെങ്കിൽ ഇരയാണെന്ന് കരുതി, ആഹാരമാണെന്ന് കരുതി അത് കടിക്കാം, അല്ലെങ്കിൽ കടിക്കില്ല. നിങ്ങൾക്കൊക്കെ ഈ പ്രത്യേകിച്ച് ഇടുക്കിയിലൊക്കെ ഇഷ്ടം പോലെ പാമ്പുകൾ ഉള്ളൊരു നാടും കൂടിയാണ്. മറ്റേ പാമ്പല്ല, ഒറിജിനൽ പാമ്പ്. പാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് അതൊരു ചെറിയ ശബ്ദമോ അനക്കമോ കേട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നിരീക്ഷിക്കും. ഇങ്ങനെ കൃത്യമായിട്ട് നിരീക്ഷിക്കും. ചെറിയ ശബ്ദങ്ങൾ പോലും നിരീക്ഷിക്കും. അത് വളരെ കെയർഫുള്ളാണ്. കാരണം അതിനറിയാം മനുഷ്യന്മാരുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? തല്ല് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചില മനുഷ്യന്മാർ കുതിരകളെ പോലെയാ. കുതിരയുടെ പ്രത്യേകത എന്താ? ഭയങ്കര വേഗത്തിലായിരിക്കും. അത് ചാട്ടം മറിച്ചില്ല, അങ്ങനെ ഇങ്ങനെ. കടിഞ്ഞാണെ പിടിച്ച് കൃത്യമായിട്ട് അടക്കി നിർത്തിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താ? ഇത് ഇങ്ങനെ ചാടി മറിഞ്ഞ് നടക്കും, തുള്ളിച്ചാടും. കുതിരകളെ പോലെയാണ്. ചില മനുഷ്യന്മാര് മീനുകളെ പോലെയാണ്. മീനിന്റെ പ്രത്യേകത എന്താ? വെള്ളത്തിന്റെ അടിയിലുണ്ടാവും, അവിടെ കിടന്ന് അടിച്ചു മറിയും, തിമിർക്കും, പക്ഷെ പുറത്തേക്ക് വരില്ല. എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ കർട്ടൻ ആയിരിക്കും, പുറകെ നിൽക്കുകയുള്ളൂ. വേറെ ചില മനുഷ്യന്മാര് ആമകളെ പോലെയാണ്, മെല്ലപ്പോക്ക് നയവാണ്. എന്തെങ്കിലും പേടി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെറിയൊരു പേടി തോന്നുന്നൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ചാടില്ല, റിസ്ക് എടുക്കില്ല. ഇവരെന്ത് ചെയ്യും? ഇവരെപ്പോഴും കഴുത്ത് ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കും. ചില മനുഷ്യന്മാര് സിംഹങ്ങളെ പോലെയാണ്. അത് രാജാവാണ്. അതിനൊരു ആട്ടിത്വമുണ്ട്, ഒരു വിലയുണ്ട്, ധൈര്യമുണ്ട്, അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ചില മനുഷ്യന്മാരെ ഒറ്റബുദ്ധികളാ, ചില കാട്ടുപോത്തിനെ പോലെയാണ്. എല്ലാത്തിനെയും കുത്തിമറിക്കും. അരിശം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ കുത്തിമറിക്കും. ഇനി ഇവിടെ സിംഹം എന്ന് പറയുന്ന
അതിന്റെ ക്വാളിറ്റിയുള്ള ഓരോ വ്യക്തികളും എവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുമോ? ലീഡേഴ്സിന്റെ സിംഹമാണല്ലോ കാട്ടിലത്തെ രാജാവ്. ഈ കാട്ടിലത്തെ രാജാവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിതാണ് ബാക്കിയുള്ള മൃഗങ്ങളെ കൂടെ കൂട്ടുക എന്നുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്ന മൃഗമാണല്ലോ, സംശയമൊന്നുമില്ല, ജന്തുവർഗത്തിൽപ്പെട്ടതല്ലേ. ഈ മനുഷ്യന്റെ ആകെയുള്ള പ്രത്യേകത എന്താ? വികാരങ്ങളെ അടക്കാൻ അറിയാവുന്നതാണ്. ബേസിക് ഇൻസ്റ്റിങ്ക്ട്, അതായത് എല്ലാ ജന്തുക്കളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് 3 അതറിയാമല്ലോ. തിന്നുക, സെക്സ് ചെയ്യുക, കൊല്ലുക. ഇത് ആർക്കുണ്ട്? മനുഷ്യന്മാർക്കുണ്ട്. ഇതിനെ അടക്കി നിർത്തി ഇതിനെ ഭംഗിയാക്കി കൊണ്ടു നടക്കുന്നതിന്റെ പേരിലാണ് മനുഷ്യൻ മനുഷ്യനാവുന്നത്. ഈ മനുഷ്യൻ എപ്പോൾ ജന്തുവായിട്ട് മാറുന്നോ അപ്പോൾ നമ്മൾ അവരെ കുറിച്ച് പറയുന്നത് എന്താണ്? കാടനാണെന്ന് പറയും. മനുഷ്യൻ എപ്പോൾ മനുഷ്യനായിട്ട് മാറുന്നോ അപ്പോൾ നമ്മൾ എന്ത് പറയും? അവൻ സിവിലൈസ്ഡ് ആണ്, അവൻ വിവരമുള്ളവനാന്ന് പറയും. അപ്പൊ ഈ ജന്തു തന്നെയാണ് മനുഷ്യൻ. അപ്പൊ ഈ ജന്തുക്കളെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെതായ രീതിയിൽ കൊണ്ടു നടക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ലീഡർ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ഏത് ജന്തുവാണ് എൻ്റെ കൂടെ ഉള്ളത് എന്നറിയണം. മനുഷ്യന്മാരാണ് എല്ലാം. നിങ്ങൾ ഈ ആൾക്കാരെ ഒന്ന് പഠിച്ചു നോക്കിയേ. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ രീതിയായിരിക്കും ഈ മനുഷ്യന്മാരിൽ ഉണ്ടാവും. ചില മനുഷ്യന്മാരിൽ ഇതിൽ പലതിന്റെയും മിക്സ് ആയിട്ടും വരാം, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഓർക്കേണ്ടത്, ഒരു ലീഡർ, ഒരു നല്ല ലീഡർ എപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ടത് ജന്തുക്കളെ എങ്ങനെ കൂടെ നിർത്താവുന്നതാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ജീവികളെ കാണാം, വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യരെ കാണാം, വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങൾ കാണാം, ഭൂപ്രകൃതി കാണാം. ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ എന്ത് പറയുക? ഭൂമി എന്ന് പറയുക. ഇതെല്ലാം കൂടി ഉള്ളതിന്റെ പേരിലാണ് ഒരു ഭംഗിയുള്ളത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലായിടത്തും കുറെ ചെടികളോ പൂക്കളോ മാത്രം, ഒരേ തരത്തിലുള്ള ചെടികൾ. അങ്ങനെയായിരുന്നു ഈ ഭൂമി മൊത്തമെങ്കിൽ എന്തെങ്കിലും ഭംഗി ഉണ്ടാവുമായിരുന്നോ? കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാര് പല രീതിയിലാണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ പല രീതിയിലാണ്. അപ്പൊ ഈ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീമായിട്ട് മുമ്പോട്ട് പോകാന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി ഒരു ലീഡർ പ്രവർത്തിക്കുമ്പോഴാണ് ടീം വർക്ക് ഉണ്ടാവുന്നത്. ടീം വർക്ക്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ധാരാളം ആൾക്കാർ വരാറുണ്ട്. ആരെയും ചെറുതായി കാണണ്ട, അത് പെണ്ണാണെന്ന് പറയണ്ട, അത് ആണാണെന്ന് പറയണ്ട. എല്ലാവർക്കും അവരുടേതായ പ്രാധാന്യമുണ്ട്. ഈ ലോകം മൊത്തം അങ്ങനെയാണ്. ഈ ലോകത്ത് ചെറിയ സസ്യത്തിന് പ്രാധാന്യമുണ്ട്, വലിയ മരത്തിന് പ്രാധാന്യമുണ്ട്. ഈ ലോകത്ത് ചെറിയ കുന്നിന് പ്രാധാന്യമുണ്ട്, വലിയ കുന്നിന് പ്രാധാന്യമുണ്ട്. ഈ ലോകത്ത് ചെറിയ തോടിന് പ്രാധാന്യമുണ്ട്, വലിയ നദിക്ക് പ്രാധാന്യമുണ്ട്, സമുദ്രത്തിന് പ്രാധാന്യമുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഈ ലോകം ലോകമായിട്ട് മാറുക. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ടത്. എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരു ലീഡർ എപ്പോഴും എല്ലാത്തിനെയും കണ്ണു തുറന്ന് കാണുവാൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. കണ്ണു തുറന്ന് കാണണം. അങ്ങനെ കണ്ണു തുറന്ന് കാണുമ്പോൾ ചുറ്റുമുള്ളതിനൊക്കെ പ്രാധാന്യമുണ്ടെന്ന് ആർക്ക് മനസ്സിലാവും? ഒരു ലീഡർക്ക് മനസ്സിലാവും. ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, അതിനൊക്കെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ആ മൃഗങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത്, ഈ ലോകത്തുള്ള എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് ഒരു ലീഡർ മനസ്സിലാക്കുമ്പോൾ ലീഡർഷിപ്പ് വളരെ ഈസി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവിടെയാണ് ടീം വർക്ക് ഉണ്ടാവുക. ടീം വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ചിലർ ഒറ്റയ്ക്ക് നിന്നേ കാര്യങ്ങൾ ചെയ്യുള്ളൂ, ഒറ്റയ്ക്ക് നിന്ന് മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. പക്ഷേ ശാസ്ത്രം ഇങ്ങനെ പറയുന്നു, അത് ഇത്രേ ഉള്ളൂ, ഒരു വ്യക്തിയുടെ തലച്ചോറിന്റെ ഏകദേശം 2% അയാൾ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്കൊരു കാര്യം ചെയ്താൽ 2% ഉപയോഗിക്കും. അതനുസരിച്ചാണ് എന്റെ ഐഡിയാസ് വരുന്നത്. ഇവിടെ ഒരു 10 പേര് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓരോരുത്തരും 2% വെച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, അത് എത്രയായിട്ട് മാറി? 20 മാറി. എന്ന് പറഞ്ഞാൽ എന്റെ ഐഡിയയും നിങ്ങളുടെ ഐഡിയയും അയാളുടെ ഐഡിയയും ആ വ്യക്തിയുടെ ഐഡിയയും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ട് എന്തായി മാറി? ഒരു വലിയ ശതമാനം ബ്രെയിൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, തലച്ചോറ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ ധാരാളം ഐഡിയാസ് ഉണ്ടാവും. അതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. അങ്ങനെ ധാരാളം ഐഡിയാസ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനാണ് ടീം വർക്ക് എന്ന് പറയുന്നത്.
അപ്പൊ നിങ്ങൾ ലീഡർ ആണെങ്കിൽ എന്തിന്റെ ആളായിരിക്കണം? ഒരു ടീം വർക്കിന്റെ ആളായിരിക്കണം. ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ധാരാളം ആശയങ്ങൾ ഉണ്ടാവണം. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ആശയങ്ങൾ ഉണ്ടാവും. ഒരു രാജ്യം വളരുന്നില്ലെങ്കിൽ, ഒരു നാട് പുരോഗതിയിലേക്ക് പോകുന്നില്ലെങ്കിൽ, ഒരു വീട് ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശയങ്ങളുടെ കുറവ് കൊണ്ടാണ്. പുതിയ ആശയങ്ങൾ വേണം. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, എന്റെ വീടിന്റെ അടുത്ത് ഒരു സ്ഥലത്ത് ഒരു സ്ട്രീറ്റ് ലാമ്പ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളിനോടാ ഞാനിങ്ങനെ ചോദിച്ചു, സാറേ നമുക്ക് ഒരു ബൾബ് മേടിച്ചിട്ട് പഞ്ചായത്തോടൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് ബൾബ് ഇട്ടാലോ? അന്നേരം പുള്ളി എന്നോട് പറഞ്ഞു, ജസ്റ്റ് വേറെ പണിയൊന്നുമില്ലേ, പഞ്ചായത്തിന്റെ ജോലി പഞ്ചായത്ത്. അങ്ങനെയുള്ള സംഭവം പഞ്ചായത്ത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്യണം. അതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്വം. കാരണം ആ സ്ട്രീറ്റ് ലൈറ്റ് അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ മക്കൾ തന്നെ പാമ്പ് കടിയേറ്റ് അപകടത്തിലാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് മുൻകൂട്ടി കാണുക, മുൻകൂട്ടി കാണുക. നമ്മളെന്ന് പറയുന്ന വ്യക്തികളെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ, മുൻകൂട്ടി കാണാൻ പറ്റുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലീഡേഴ്സ് എന്ന് വിളിക്കുക. അടുത്ത 5 വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത 10 വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ നാടിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യം ഞാൻ എപ്പോഴും എന്റെ ഉള്ളിൽ ചോദിച്ചാൽ പല പ്രശ്നങ്ങളുടെയും ഉത്തരം എനിക്ക് കിട്ടും. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ നാടിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യം, അതാണ് ഒരു ലീഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉത്തരവാദിത്വം. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി മനസ്സിൽ ഒരു കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് പുറകിൽ ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളുടെ ചിന്ത എനർജിയാണ്, എന്ന് പറഞ്ഞ ഊർജമാണ്. നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് ഊർജമാണ്. നമ്മുടെ തലയിൽ നിന്ന് ഊർജം പുറത്തേക്ക് പോകും. ഊർജം, മൈൻഡ് പവർ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളാണ് ഇതിന് പുറകില് ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ പ്രപഞ്ചത്തിലും ധാരാളമായിട്ടുള്ള ഊർജമുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ഒരുപോലെയുള്ളത് അതുപോലെയുള്ളതിനെ ആകർഷിക്കും എന്നുള്ള ഒരു നിയമമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഒരാള് അവിടുന്ന് ചിരിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നു, ഒരു വ്യക്തി ഇവിടുന്ന് ചിരിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നു. ആ വ്യക്തികൾ തമ്മിൽ പരസ്പരം നോക്കി ചിരിച്ചു, അവരുടെ ചിരികൾ തമ്മിൽ ആകർഷിക്കപ്പെട്ടു, അവർ ഫ്രണ്ട്സായി. ശരിയല്ലേ? ഇത് ആകർഷണത്തിന് നിയമമാണ്. എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്നു. ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന്റെ ബിസിനസിനെ കുറിച്ച് വേറൊരു ബിസിനസ്സുകാരനോട് സംസാരിക്കുന്നു. ആ ബിസിനസ്സുകാരൻ മറ്റേ ബിസിനസ്സുകാരനിൽ എന്താകുന്നു? ആകൃഷ്ടനാകുന്നു. ഒരുപോലെയുള്ളത് അതുപോലെയുള്ളതിനെ ആകർഷിക്കുന്നു. ഒരു നല്ല റോസാ ഫ്ലവർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസാ ഫ്ലവർ ബട്ടർഫ്ലൈസിനെ ആകർഷിക്കുന്നു. ഒരുപോലെയുള്ളത് അതുപോലെയുള്ളതിനെ ആകർഷിക്കുന്നു. പരസ്പരം സ്നേഹിക്കുന്ന ഒരു ഹസ്ബൻഡ് വൈഫ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കപ്പെടുന്നു. അപ്പനും അമ്മയാലും ആകർഷിക്കപ്പെടുന്ന മക്കളാൽ ആകർഷിക്കപ്പെടുന്ന അപ്പനും അമ്മയും. കുട്ടികൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്കൂള്, ആ സ്കൂള് മക്കളെ ആകർഷിക്കുന്നു, മക്കൾ സ്കൂളിനെ ആകർഷിക്കുന്നു. ഒരു കച്ചവട സ്ഥാപനം സാധനം മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, സാധനം വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പരസ്പരം ആകർഷിക്കപ്പെടുന്നു. ഇതാണ് ലോകം മുഴുവൻ. നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ട്, നമ്മുടെ ചിന്തകൾ കണ്ടിട്ട് അതേപോലെ ചിന്തിക്കുന്ന, അതേപോലെ പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും. ഇതാണ് ആകർഷണത്തിന്റെ നിയമം. ആകർഷണത്തിന്റെ നിയമം. ഗുണ്ടകളുടെ കൂട്ടുകാർ എപ്പോഴും ഗുണ്ടകളായിരിക്കും, നല്ല മനുഷ്യന്മാരുടെ കൂട്ടുകാർ എപ്പോഴും നല്ല മനുഷ്യന്മാരായിരിക്കും. ഇത് പ്രപഞ്ച സത്യമാണ്. അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ ഒരുപാട് സംസാരിക്കുന്നില്ല. കുറെ തിയറികൾ പറയാനുണ്ട്, അതിനുള്ളൊരു സമയമല്ല. പക്ഷെ ഇത്രയും മാത്രം ഓർക്കുക, നിങ്ങളെന്ന് പറയുന്ന ലീഡർ നിങ്ങളുടെ അനുയായികളെ അടുത്ത് നിർത്തണമെങ്കിൽ എങ്ങനെ ചിന്തിക്കുക? അവർക്ക് വേണ്ടുന്ന രീതിയിൽ ചിന്തിക്കുക, അവരുടെ ആവശ്യം അറിയുക, അവരെ സഹായിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അവരെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ധാരാളമായിട്ടുള്ള അനുയായികൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. 100% ഉറപ്പായിരിക്കും. ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനുള്ള കാര്യം. ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്